കാർബൺ സ്റ്റീലുകളെ പ്രധാനമായിട്ടും ഈ കാണുന്ന 3 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ലോ കാർബൺ സ്റ്റീൽ, 2 മീഡിയം കാർബൺ സ്റ്റീൽ, 3 ഹൈ കാർബൺ സ്റ്റീൽ. ഓക്കെ ആണല്ലോ? ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ഇങ്ങനെ 3 രീതിയിലാണ് കാർബൺ സ്റ്റീലുകളെ പ്രധാനമായിട്ടും തിരിച്ചിട്ടുള്ളത്. ഇങ്ങനെ കാർബൺ സ്റ്റീലുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്? അവയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മൾ ലോ കാർബൺ സ്റ്റീലും ഹൈ കാർബൺ സ്റ്റീലും എടുത്തെന്ന് വയ്ക്കുക. അതിൽ ലോ കാർബൺ സ്റ്റീലിൽ കാർബണിൻ്റെ ശതമാനം കുറവാണ് ഏതിനെ അപേക്ഷിച്ച്? ഹൈ കാർബൺ സ്റ്റീലിനെ അപേക്ഷിച്ച്. മനസ്സിലായല്ലോ? അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ് ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരംതിരിവ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ലോ കാർബൺ സ്റ്റീലിൻ്റെ മെയിൻ പോയിന്റിലോട്ട് പോവാണ്. ഒന്നാമത്തെ പോയിന്റ്, എത്ര ശതമാനം കാർബണാണ് ലോ കാർബൺ സ്റ്റീലിലുള്ളത്? 0.05% മുതൽ 0.30% വരെ, അതായത് 0.5 മുതൽ 0.3% വരെ കാർബണാണ് ആരിലുള്ളത്? ലോ കാർബൺ സ്റ്റീലിലുള്ളത്. ആ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് പഠിക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. കിട്ടുമല്ലോ? രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? സ്റ്റീൽ ഇൻ ദിസ് കേസ് ആർ ഡക്റ്റൈൽ ആൻഡ് ഈസിലി മെഷീനബിൾ. മനസ്സിലായോ? അതായത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കൂടി വരുന്ന അനുസരിച്ചാണ് സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് കൂടുന്നത്. അതായത് കാർബണിൻ്റെ ശതമാനം കുറവാണെങ്കിൽ അത് ഹാർഡ്നെസ് കുറഞ്ഞതും, കാർബൺ കൂടി വരുന്ന ക്രമേണ ഹാർഡ്നെസ് കൂടിയും വരും. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോ. എന്താണ് അതിൻ്റെ മീനിങ്? ഇവിടെ ലോ കാർബൺ സ്റ്റീൽ അല്ലേ, അതുകൊണ്ട് കാർബണിൻ്റെ ശതമാനം കുറവല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി അത് ഹാർഡ്നെസ് കുറഞ്ഞതായിരിക്കും. അതുകൊണ്ട് ഡക്റ്റൈലാണ്, ഈസിലി മെഷീനബിളുമാണ്. കിട്ടുമല്ലോ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, നോ പോസ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഈസ് റിക്വയർഡ്. ഇതെന്താണെന്ന് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇത്രയും അറിയുക, നമ്മൾ ലോ കാർബൺ സ്റ്റീലിനെ ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിനും സാധാരണ വിധേയമാക്കാറില്ല എന്നാണ്. അതായത് മീഡിയം കാർബൺ സ്റ്റീൽ പറയുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. അവിടെ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ലോ കാർബൺ സ്റ്റീലിൽ എന്ത് ചെയ്യുന്നില്ല? ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്ക് കഴിഞ്ഞതിന് ശേഷം, അതായത് ഗ്യാസ് വെൽഡിംഗ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നില്ല? ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ പോയിന്റ് എന്താ പറയുന്നത്? നോ പോസ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഈസ് റിക്വയർഡ്. ഏതിൽ? ലോ കാർബൺ സ്റ്റീലിൽ. ഇതെല്ലാവർക്കും അറിയുന്ന പോയിന്റാണ്. ലോ കാർബൺ സ്റ്റീലിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അറിയാത്തവരുണ്ട്, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ, തെറ്റിക്കരുത്. ലോ കാർബൺ സ്റ്റീലുകളെയാണ് സാധാരണ നമ്മൾ MS അഥവാ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ ലോ കാർബൺ സ്റ്റീലുകൾ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്കിന് വിധേയമാക്കുന്ന സമയത്ത് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതുകൂടെ അറിഞ്ഞിരിക്കുക, ന്യൂട്രൽ ഫ്ലെയിം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ടൈപ്സ് ഓഫ് ഫ്ലെയിം ഒക്കെ പഠിച്ചതാണ്. അതിൽ ന്യൂട്രൽ ഫ്ലെയിം, അതായത് ഓക്സിജന്റെയും അസറ്റിലിന്റെയും പെർസെൻറ്റേജ് 50-50 ഈക്വൽ ആണ്. ഏതിൽ? ന്യൂട്രൽ ഫ്ലെയിമിൽ. മനസ്സിലായില്ലേ? ആ ന്യൂട്രൽ ഫ്ലെയിം ആണ് എവിടെ ഉപയോഗിക്കുന്നത്? ലോ കാർബൺ സ്റ്റീലുകൾ വെൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തതായിട്ട് നമ്മൾ മീഡിയം കാർബൺ സ്റ്റീലാണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയേ. നമ്മൾ ലോ കാർബണിൽ പഠിച്ച് നിർത്തിയത് എത്രയാ? 0.3% വരെ. അവിടെ നിന്ന് ഇവിടെ തുടങ്ങുന്നത്, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. 0.3 മുതൽ 0.6 വരെ പെർസെൻറ്റേജ് കാർബണാണ് ആരിലുള്ളത്? മീഡിയം കാർബൺ സ്റ്റീലിലുള്ളത്. കിട്ടുമല്ലോ? രണ്ടാമത്തെ പോയിന്റ്, സ്റ്റീൽ ഇൻ ദിസ് കേസ് ആർ ഹാർഡ്. അതായത് ഇവിടെ ലോ കാർബൺ സ്റ്റീലിനേക്കാളും കാർബണിന്റെ ശതമാനം മീഡിയം കാർബൺ സ്റ്റീലിൽ കൂടിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം സ്റ്റീലുകളുടെ ഹാർഡ്നെസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവ ഈസി ആയിട്ട് മെഷീൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ സ്റ്റീലുകളെ നമ്മൾ വെൽഡിങ് ചെയ്യുന്നതിന് മുന്നേ ഹീറ്റ് ട്രീറ്റ്മെന്റിന് വിധേയമാക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. പ്രീ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഈസ് റിക്വയർഡ്. മനസ്സിലായോ? ആ ഹാർഡ്നെസ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് മെഷീൻ ചെയ്യാൻ പറ്റാത്തതിനാൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ക്ലിയർ? ഈ മീഡിയം കാർബൺ സ്റ്റീലുകളെ എങ്ങനെയാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്? അതിനെ 160 മുതൽ 320 വരെ ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? പ്രീ ഹീറ്റിംഗ് ചെയ്യണം. ടെമ്പറേച്ചർ റേഞ്ച് പഠിക്കുക. 160 ഡിഗ്രി സെൽഷ്യസ് മുതൽ 320 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ടെമ്പറേച്ചറിനിടയിൽ എന്ത് ചെയ്യും? ആ മീഡിയം കാർബൺ സ്റ്റീലിനെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമേ വെൽഡിങ്ങിന് വിധേയമാക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ആ വെൽഡിങ് ചെയ്യുന്ന ഏരിയയിൽ ക്രാക്സ് രൂപപ്പെടാൻ കാരണമാകും. മനസ്സിലായല്ലോ? പോയിന്റ് ക്ലിയർ അല്ലേ? നമ്മൾ ഈ മീഡിയം കാർബൺ സ്റ്റീലുകളെ പ്രീ ഹീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ആ പ്രീ ഹീറ്റിംഗ് നമുക്ക് വിഷ്വലി അറിയാൻ പറ്റും എത്രത്തോളം ടെമ്പറേച്ചർ കൊടുക്കണമെന്ന്.
എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും സ്റ്റീലിൻ്റെ. അതൊരു ഡൾ റെഡ് കളറിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഫിക്സ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഡൾ റെഡ് കളർ. ക്ലിയർ അല്ലേ? ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്മൾ എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണോ അല്ലെങ്കിൽ എത്ര സെൽഷ്യസിലാണോ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തത്, അതേ ടെമ്പറേച്ചറിൽ വെൽഡിങ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റും ഏതിന് വിധേയമാക്കണം? മീഡിയം കാർബൺ സ്റ്റീലിനെ വിധേയമാക്കണം. മനസ്സിലായോ? അതായത് ഇപ്പോൾ 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തു മീഡിയം കാർബൺ സ്റ്റീലിനെ, അതിനുശേഷം വെൽഡ് ചെയ്തു. വെൽഡിങ് കഴിഞ്ഞിട്ട് വീണ്ടും 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എന്ത് ചെയ്യണം? അതിനെ ഹീറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോസ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അവസാനത്തെ പോയിന്റ്, ഇങ്ങനെ പോസ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിനെ സ്ലോ ആയിട്ട് കൂൾ ചെയ്യാൻ അനുവദിക്കുക. ക്ലിയർ? അലോ ടു കൂൾ സ്ലോലി. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്, നമ്മൾ പഠിച്ച കാർബൺ സ്റ്റീലുകളുണ്ടല്ലോ, അതായത് ലോ കാർബൺ സ്റ്റീലും മീഡിയം കാർബൺ സ്റ്റീലും, ഇവയെ എന്ത് വെൽഡിംഗ് ടെക്നിക്കിന് വിധേയമാക്കണമെന്ന് നിശ്ചയിക്കുന്നത് അതിൻ്റെ പ്ലേറ്റ് തിക്നെസ്സിനനുസരിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വർക്ക് പീസ് എടുത്തു, കാർബൺ സ്റ്റീലിൻ്റെ ഒരു വർക്ക് പീസ് എടുത്തു, അതായത് മീഡിയം കാർബൺ സ്റ്റീലും ആവാം അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീലും ആവാം. ആ എടുത്ത വർക്ക് പീസിൻ്റെ കനം 6 mm കൂടുതലാണോ അതോ 6 mm കുറവാണോ എന്നതിനനുസരിച്ചാണ് നമ്മൾ ഏത് വെൽഡിംഗ് ടെക്നിക്ക് തിരഞ്ഞെടുക്കണമെന്ന് നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ, അപ് ടു 6 mm ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക്. അതായത് നമ്മളെടുത്ത വർക്ക് പീസിൻ്റെ കനം എന്ത് വർക്ക് പീസാണ്? കാർബൺ സ്റ്റീലിൻ്റെ വർക്ക് പീസാണ്. അതായത് മൈൽഡ് സ്റ്റീൽ ആവാം അല്ലെങ്കിൽ മീഡിയം കാർബൺ സ്റ്റീലും ആവാം. അതിൻ്റെ വർക്ക് പീസ് എടുക്കുന്ന സമയത്ത് 6 mm കുറവാണ്, അതായത് അപ് ടു 6 mm ഉള്ളൂ എങ്കിൽ അത് ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിൽ ചെയ്യും. വെൽഡിംഗ് ടെക്നിക്ക് ഏതാ? ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക്. ക്ലിയർ? ഇനി എബോവ് 6 mm ആണെങ്കിൽ ഏതാ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. എബോവ് 6 mm ആണെങ്കിൽ അത് റൈറ്റ് വേർഡ് ടെക്നിക്കിൽ ചെയ്യും. ക്ലിയർ ആണോ? 2 പോയിന്റും ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹൈ കാർബൺ സ്റ്റീലുകളെ പറ്റിയാണ്. ഹൈ കാർബൺ സ്റ്റീലിൽ കാർബണിന്റെ ശതമാനം എത്രയാണ്? ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ, 0.6% മുതൽ 1.2% വരെ. എങ്ങനെ നമ്മൾ ഓർക്കും? നമ്മൾ മീഡിയം കാർബൺ സ്റ്റീൽ പഠിച്ചില്ലേ? മീഡിയം കാർബൺ സ്റ്റീലിൽ എത്ര വരെ പഠിച്ചു? 0.6 വരെയല്ലേ മീഡിയം കാർബൺ സ്റ്റീലിൽ കാർബണിന്റെ ശതമാനം. ഇവിടെ ആ 0.6 തുടക്കം, അതായത് 0.6 മുതൽ 1.2% വരെ. അങ്ങനെ ഓർത്താൽ മതി. ക്ലിയർ അല്ലേ? സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സ്റ്റീൽ ഇൻ ദിസ് കേസ് ആർ ഹാർഡ് ആണല്ലോ. കാർബണിന്റെ ശതമാനം വളരെ കൂടുതലാണ്, അതുകൊണ്ട് ഹാർഡാണ്. കൂടാതെ ഇത് മെഷീൻ ചെയ്യാനും പറ്റില്ല, വളരെ പാടാണ്, മെഷീനബിലിറ്റി വളരെ കുറവാണ്. മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ഹൈ കാർബൺ സ്റ്റീലുകളെ നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്കിന് വിധേയമാക്കാറില്ല. നോട്ട് വെൽഡഡ് ബൈ ഗ്യാസ് വെൽഡിംഗ് മെത്തേഡ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ 2 കേസ് പറഞ്ഞിട്ട് വെൽഡിംഗ് ടെക്നിക്കൊക്കെ പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്യില്ല? ഹൈ കാർബൺ സ്റ്റീൽ നമ്മൾ സാധാരണ ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്കിന് വിധേയമാക്കാറില്ല. അതുകൊണ്ട് ഈ ശതമാനം മാത്രം നിങ്ങൾ പഠിക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. 0.6 മുതൽ 1.2% വരെ കാർബണാണ് ഹൈ കാർബൺ സ്റ്റീലിൽ ഉള്ളത്. ക്ലിയർ?